അപ്പോൾ ആദ്യമായിട്ട് ഇത്തരം ഒരു വിഷയം തിരഞ്ഞെടുത്തതിന് ശാസ്ത്ര സാഹിത്യവേദിയെ അഭിനന്ദിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയാണ്, നമുക്കൊക്കെ അറിയാം. അപ്പോൾ അത്തരം ഒരു വിഷയം വിശദീകരിക്കാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കാനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അതിലുള്ള ഒരു വെല്ലുവിളി സാങ്കേതിക വിദ്യയാണ് എന്നതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ ആയതുകൊണ്ട് കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ്. അതിനെ വളരെ ലളിതമായിട്ട് കുറെ കൂടി സിംപ്ലിഫൈ ചെയ്ത് അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. രണ്ട്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി എന്നുള്ളത് വലിയൊരു വളരെ വിശാലമായിട്ടുള്ളൊരു വിഷയമാണ്. അതിനെ ഒരു മണിക്കൂറുള്ള അവതരണത്തിന് വേണ്ടി ചുരുക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമ്മളതിന് വിട്ടുപോകും. നമുക്ക് അതിലെ വളരെ പ്രധാനമായിട്ടുള്ള ചില വിഷയങ്ങൾ മാത്രമേ നമുക്കിവിടെ അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അതിലെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള സംശയങ്ങളോ അറിവോ വേണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചർച്ചയുടെ സമയത്തോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടോ വന്നാൽ അവതരിപ്പിച്ചാൽ നമുക്കതിനെ കൂടുതൽ വിശദീകരിക്കുക ചെയ്യാം. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് അഥവാ നിർമ്മിത ബുദ്ധി എന്നുള്ളത് ഇപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ 2 വർഷമായിട്ടാണ് വളരെ പെട്ടെന്ന് ആളുകളിലേക്ക് അതൊരു വലിയൊരു താല്പര്യമായിട്ട്, വലിയൊരു ഇൻട്രസ്റ്റായിട്ട് കടന്നു വന്നത്. അതിന് മുൻപ് തന്നെ പല വിധത്തിൽ നമ്മളത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈലൊക്കെ സിറി ആയാലും, സിറിയോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് ചില ഉത്തരങ്ങളൊക്കെ തരും. അലക്സ ആമസോണിൻ്റെ ഡിവൈസ് ഉണ്ടായിരുന്നു. അതിനൊക്കെ അതിലേറെ സിമ്പിളായിട്ട് നമ്മൾ ഗൂഗിൾ ഇമെയിലോ അല്ലെങ്കിൽ യാഹൂ ഇമെയിലോ ഒക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം, നമുക്ക് സ്പാം എന്നൊരു ഫോൾഡർ ഉണ്ട് ഇമെയിലിൽ. ആവശ്യമില്ലാത്ത ജങ്കായിട്ട് വരുന്ന ഇമെയിൽ തന്നെ ആ ഫോൾഡറിലേക്ക് പോകും. എങ്ങനെയാണ് ഇമെയിലിന് അറിയുന്നത് അത് സ്പാമാണ്? അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്, നിർമ്മിത ബുദ്ധിയുടെ ചില അൽഗോരിതംസും ലോജിക്കുമാണ്. അപ്പം നമ്മൾ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു നമ്മൾ അറിയാതെ തന്നെ. എങ്കിലും നമ്മൾ അതിനോട് വളരെ പെട്ടെന്ന് അതിനൊരു പബ്ലിസിറ്റി വന്നത് 2022 നവംബറിൽ ChatGPT എന്നുള്ള ചാറ്റ് ബോട്ട് ആപ്ലിക്കേഷൻ OpenAI എന്നുള്ള കമ്പനി നവംബർ 22 റിലീസ് ചെയ്യുമ്പോഴാണ് അത് വളരെ വലിയൊരു ലോകമെമ്പാടുമുള്ളൊരു താല്പര്യമായിട്ട് AI പെട്ടെന്ന് അതൊരു സംസാര വിഷയമായത്. അതിന് കാരണം പബ്ലിക് റിലേഷൻസ് വർക്ക്, അഡ്വർടൈസ്മെൻറ്റ്, പബ്ലിസിറ്റി ഇതൊക്കെ ഉണ്ട് അതിൻ്റെ ബിസിനസ് താല്പര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പിന്നെ ChatGPT എന്നുള്ള ആപ്ലിക്കേഷൻ്റെ അതിൻ്റെ ഒരു നൂതനത, അതിൻ്റെ ഒരു മൗലികത, വളരെ കൗതുകം തോന്നുന്ന, വളരെ ലളിതമായിട്ടുള്ള, നമുക്ക് നമ്മളുടെ ഭാഷയിൽ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയും അത് ഉത്തരം വരികയും, ഉച്ചയ്ക്ക് എന്താ കറി വെക്കണ്ടേ എന്ന് വേണമെങ്കിൽ നമുക്ക് ChatGPT ചോദിക്കാം, ChatGPT നമുക്ക് ഉത്തരം തരും. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ കൂടി ചോദിക്കാൻ നമ്മളുടെ ഭാഷ സംസാരിക്കുന്ന ഒരു സുഹൃത്തിനെ കിട്ടിയ പോലെയുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ടാണ് അത് ഇത്ര വലിയൊരു താല്പര്യം ഉണ്ടാക്കിയത്. അതാണ് AI-യിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് വളരെ പെട്ടെന്ന് താല്പര്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു ട്രിഗർ പോയിന്റ് ആയത് കഴിഞ്ഞ 2 വർഷം മുമ്പ്. അതെന്താണ് AI എന്നും എങ്ങനെയാണ് അതിന് നമ്മൾ ഈ പറയുന്ന ബുദ്ധി കൈവരുന്നത് എന്ന് നമ്മൾ അറിയുമ്പോഴാണ് ഇതിന് എത്രത്തോളം സാധ്യതകളുണ്ട്, എവിടെയൊക്കെ നമ്മളത് മനുഷ്യന് ഉപകാരപ്രദമായി ഉപയോഗപ്പെടും, എന്തൊക്കെയാണ് അതിൻ്റെ പരിമിതികൾ, എന്തൊക്കെയാണ് അതുകൊണ്ടുണ്ടാകാവുന്ന ദോഷങ്ങൾ, അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ, അതിനെക്കുറിച്ചുള്ള അപ്രഹെൻഷൻസ് ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇത് മാർപ്പാപ്പയുടെ പോപ്പിൻ്റെ ഫോട്ടോ ആണ്. ഒന്നും അദ്ദേഹത്തെ ഈ ഡ്രസ്സ് ഇടിപ്പിച്ചെടുത്തതല്ല, അദ്ദേഹം മോട്ടോർ സൈക്കിളിൽ കയറിയിട്ടില്ല. ഇത് വളരെ പ്രചാരം ലഭിച്ച ചിത്രങ്ങളാണ് AI ഉണ്ടാക്കിയ. ഇതാരെങ്കിലും നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും? സെലിബ്രിറ്റി ആരെയും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിലൊരാളും ജീവിച്ചിരിക്കുന്ന മനുഷ്യരല്ല, മുഴുവൻ AI ഉണ്ടാക്കിയിട്ടുള്ള ഫേക്ക് ചിത്രങ്ങളാണ്. പക്ഷെ അതിൻ്റെ പെർഫെക്ഷൻ നോക്കൂ, കൃത്യമായി ആളുകളുടെ ചിത്രങ്ങളാണ്. ഇത് നമ്മൾ ഇന്ന മാതിരി ഉള്ള ഒരു ചിത്രം വേണമെന്ന് നമ്മൾ ടെക്സ്ച്വലി പറയുകയാണ്. അപ്പം അത് വരയ്ക്കുന്ന ചിത്രങ്ങളാണ്. ഇത് ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു AI ആപ്ലിക്കേഷനാണ്. അതിൻ്റെ ആദ്യത്തെ ചിത്രം പെയിൻറ്റിങ് ഓഫ് എ ഫോക്സ് സിറ്റിംഗ് ഇൻ എ ഫീൽഡ്. സൂര്യോദയ സമയത്ത് പാടത്ത് ഇരിക്കുന്ന ഒരു ഫോക്സ്, അതിൻ്റെ ഒരു ചിത്രം വരയ്ക്കണം. എങ്ങനെ? ക്ലോഡി മോണറ്റ് വരയ്ക്കുന്ന ആ ശൈലിയിൽ വരയ്ക്കണം. രാജാ രവിവർമ്മ ചിത്രം വരയ്ക്കുന്നത് പോലെ ഒരു ചിത്രം വരയ്ക്കണം എന്നാണ് നമ്മൾ AI-യോട് ആവശ്യപ്പെടുന്നത്. AB's in the wild painted in the style of John. ഒരാളും ഒരു ചിത്രകാരനും ഇരുന്ന് ദിവസങ്ങളോളം ഇരുന്ന് വരയ്ക്കുന്നതല്ല. ഇതൊക്കെ 5 സെക്കൻഡ് 10 സെക്കൻഡിൽ നമ്മൾ ആ ടെക്സ്റ്റ് കൊടുക്കുകയും ആപ്ലിക്കേഷൻ AI ഇത്തരം ചിത്രങ്ങൾ നമുക്കുണ്ടാക്കി തരികയാണ്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് ആർട്സ് എങ്ങനെയാണ്
AI സ്വാധീനിക്കുന്നത്? ഇമേജ് റെക്കഗ്നിഷൻ ഫീൽഡ് എവിടൊക്കെയാണ് AI നമ്മളെ സ്വാധീനിക്കുന്നത്, AIയുടെ ഉപയോഗിക്കപ്പെടുന്നത് എന്ന് ഏതാണ്ട് ഒരു ധാരണയ്ക്ക് വേണ്ടിയിട്ടാണ് അത് കാണിച്ചത്. അപ്പോൾ നമ്മൾ AI എന്താണ്, എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇമേജ് റെക്കഗ്നിഷൻ ഏറ്റവും റൈറ്റ് സൈഡിൽ നമ്മുടെ അക്കങ്ങൾ മുകളിൽ കൊടുത്ത പ്രിന്റഡ് ഫോമാണ്. അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെയാണ് പക്ഷെ നമ്മൾ എഴുതുക. 4 എന്നുള്ളത് തന്നെ പല രീതിയിൽ നമ്മൾ എഴുതുക, അല്ലെങ്കിൽ 1 എന്നുള്ളത് പല രീതിയിൽ എഴുതുക. ഇത് വായിക്കാൻ നമുക്കൊരു നിർമ്മിത ബുദ്ധി ഉണ്ടാക്കണമെങ്കിൽ, ഒരു AI സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെയാണ് 4 എന്നുള്ളതിനെ കമ്പ്യൂട്ടറിന് തിരിച്ചറിയാൻ കഴിയുക? ഇതിൽ തന്നെയുണ്ട് 3 തരത്തിൽ എഴുതിയത്. നമ്മളൊക്കെ പലതരത്തിലാണ് എഴുതുക. കൈയക്ഷരം തിരിച്ചറിയാനുള്ള ഒരു AI ആപ്ലിക്കേഷൻ ഉണ്ടാക്കണമെങ്കിൽ അതൊക്കെ ഉണ്ട്. എങ്ങനെയാണ് കഴിയുന്നത്? എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഈ അക്കങ്ങളെ കൃത്യമായിട്ട് അത് 4 അല്ലെങ്കിൽ അത് 7 അല്ലെങ്കിൽ അത് 1 എന്ന് എങ്ങനെയൊക്കെ എഴുതിയാലും തിരിച്ചറിയാൻ കഴിയും? വളരെ യൂസ്ഫുൾ ആയിട്ട്, വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ആപ്ലിക്കേഷനുകളാണ് ഇമേജ് റെക്കഗ്നിഷൻ. ഇടത് ഭാഗത്ത് കൊടുത്ത ചിത്രങ്ങളിൽ പൂച്ചയുണ്ട്, പട്ടിയുണ്ട്, പല മൃഗങ്ങളുണ്ട്. ഇത് ഏതാണ് പൂച്ച എന്നും ഏതാണ് പട്ടിയെന്നും ഏതാണ് മുയൽ എന്നും ഒക്കെ തിരിച്ചറിയണമെന്നുള്ള ഒരു AI ആപ്ലിക്കേഷൻ ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെയാണ് അത് തിരിച്ചറിയുന്നത്? എങ്ങനെയാണത്? പൂച്ച തന്നെ പലതരത്തിലുള്ള പൂച്ചകളുണ്ട്. ഒരു തരത്തിലുള്ള പൂച്ച മാത്രമല്ല AI തിരിച്ചറിയുന്നത്. ആ ചിത്രത്തിലെ ഏതൊക്കെയാണ് പൂച്ചകളെന്നും ഏതൊക്കെയാണ് പട്ടികളെന്നും വളരെ കൃത്യമായിട്ട് AI സിസ്റ്റം പറഞ്ഞു തരും. എങ്ങനെയാണ് അതിന് കഴിയുന്നത്? പല നമ്മൾ ക്രൗഡ് വരുന്ന സ്ഥലത്തും ഉപയോഗിക്കുന്നതാണ് AI ക്യാമറകൾ. ഫേസ് റെക്കഗ്നിഷൻ, സസ്പീഷ്യസ് ആയിട്ടുള്ള സ്വഭാവ രീതികളുമായി ആരെങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് പലയിടങ്ങളിലും AI ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്. MRI ഇമേജാണ് ഹെൽത്ത് കെയർ. അതിൻ്റെ ഇമേജുകളെ കുറിച്ച് പഠിച്ച് ഏത് ഭാഗത്താണ് എന്താണ് പ്രശ്നമെന്ന് അറിയുന്നതിന് വേണ്ടി AI ഉപയോഗിക്കാം. എങ്ങനെയാണ് ഇതൊക്കെ ഇത്തരം കഴിവുകൾ AI ഉണ്ടാക്കിയെടുക്കുന്നത്? AI ക്യാമറ എന്നുള്ളത് നമുക്കൊക്കെ ഇപ്പോൾ പരിചയമാണ്, പത്രത്തിലൊക്കെ കണ്ടതാണ്. അതിനെ പുഴക്കി കളയാൻ കുറേ ആൾക്കാർ കൂടെ നടക്കുന്നത് നമ്മൾ കണ്ടതാണ് റോട്ടിലൊക്കെ. ഇത് മിക്കവാറും എല്ലാ വികസിത രാജ്യങ്ങളിലും ഇപ്പോൾ കേരളത്തിൽ ഉപയോഗിക്കുന്നതാണ്. ആ ലെഫ്റ്റിലുള്ള കേരളത്തിലൊരു AI ക്യാമറയുടെ ഷോട്ടാണ്. അത് കൃത്യമായിട്ട് വാഹനങ്ങളെ തിരിച്ചറിയും. അത് ലോറിയാണോ, കാറാണോ, ഓട്ടോ ആണോ, ബൈക്കാണോ എന്നൊക്കെ അറിയും. AI ക്യാമറ എടുക്കുന്ന ഫോട്ടോ ആണ്. അതിൽ സീറ്റ് ബെൽറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായി അറിയുന്നതാണ്. കാറിൻ്റെ നമ്പർ കൃത്യമായിട്ട് റീഡ് ചെയ്യും. ഇത് പലതരത്തിലുള്ള ലൈസൻസ് പ്ലേറ്റുകളാണ്. അതിൽ ഇവിടെ 3 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പല അക്കങ്ങൾ നോക്കിയാൽ പല രീതിയിലാണ് ഇത്. എങ്ങനെയാണ് അത് കൃത്യമായിട്ട് ഇന്നതാണ് ലൈസൻസ് പ്ലേറ്റ് നമ്പർ എന്ന് AI കണ്ടുപിടിക്കുന്നത്? ഇതൊക്കെ AI ക്യാമറ ചെയ്യുന്നതാണ്. ഇതൊന്നും കമ്പ്യൂട്ടറിൽ ഇതിന് മുൻപേ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയല്ല ഈ പറഞ്ഞതൊന്നും. സാധാരണ നമ്മൾ ഇതുവരെ ഉപയോഗിച്ച കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഈ ലൈസൻസ് പ്ലേറ്റിൽ നമ്പറുകൾ പല രീതിയിൽ എഴുതിയ നമ്പറുകൾ കണ്ടുപിടിക്കുന്നതോ നേരത്തെ സ്ക്രീനിൽ കാണിച്ച പോലെ പല രീതിയിൽ എഴുതുന്ന അക്കങ്ങളെ തിരിച്ചറിയുന്നതിനോ ചിത്രങ്ങളിലെ പൂച്ചയെയോ അല്ലെങ്കിൽ പട്ടിയെയോ തിരിച്ച് കാണിക്കുന്നതിനോ ഇതിന് മുൻപേ AIക്ക് മുമ്പുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ചെയ്യുക അസാധ്യമാണ്. അതുകൊണ്ടാണ് AIയിൽ ഇത്ര ഒരുപാട് താല്പര്യങ്ങൾ വരുന്നത്. ഇതുവരെ നമുക്ക് ചെയ്യാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും ചെയ്യാൻ നമ്മളെ സാധ്യമാക്കുന്ന ഒരു സാങ്കേതിക വിദ്യയായിട്ട് AI മാറിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഏതാണ്ട് ഒരു വളരെ ചെറുതായിട്ട് വിശദീകരിക്കാം. എങ്ങനെയാണ് AIന് ഇത് കഴിയുന്നത്? തെങ്ങ് കയറാൻ ആളെ കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ഒരു വലിയ കംപ്ലൈൻറ്റ്. അല്ലേ, നാട്ടിൽ തെങ്ങ് കയറാൻ ആളില്ല. ഇത് തെങ്ങ് കയറാനുള്ള റോബോട്ടാണ്. പക്ഷെ നമ്മളുടെ പ്രശ്നം എന്താണ്? നമ്മൾ തെങ്ങിലേക്ക് ആൾ കയറിയ ഉടനെ നമ്മൾ മുകളിലേക്ക് നോക്കി എന്താ വിളിച്ചറിയാം? എടാ മൂത്തത് മാത്രം ഇട്ടാൽ മതി കേട്ടോ, അല്ലേ? മൂത്തത് നോക്കിയിട്, ഇളമ്പ് ഇടണ്ട, കരിക്ക് ഇടണ്ട. ആളെ മാറ്റി റോബോട്ടാക്കിയപ്പോൾ പ്രശ്നം എന്താണ്? റോബോട്ടിന് അതുവരെ കയറാം, തേങ്ങ അറുത്ത് ഇടുകയും ചെയ്യാം. മൂത്തതാണോ അല്ലേന്ന് എങ്ങനെ അറിയും? അതാണ് വലിയൊരു പ്രശ്നം തെങ്ങ് കയറ്റ റോബോട്ടിൻ്റെ. ഇന്ന് AI ഉപയോഗിച്ച് അത് ചെയ്യാം. ഇതൊക്കെ ചെയ്യാൻ കഴിയും AI. സോ വാട്ട് ഈസ് ഇറ്റ്? എന്താണ്, എങ്ങനെയാണ് അതിന് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ നിർമ്മിത ബുദ്ധി? എന്തുകൊണ്ട് അതിപ്പോൾ, എന്തിനാണ്, എന്തൊക്കെ അവസരങ്ങളാണ് അത് നൽകുന്നത്? എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള, അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആശങ്കകൾ? അത്രയും വിഷയമാണ് നമ്മൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇതെന്താണ് സാധനം? പൂച്ചയാണ്. എങ്ങനെ മനസ്സിലായി? അറിയാം. എങ്ങനെ മനസ്സിലായി? മുമ്പ് കണ്ടിട്ടുണ്ട്. നമുക്കറിയാം ഇത് പൂച്ചയാണെന്ന്. എങ്ങനെ അറിയാം? മുമ്പ് കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. പഴയ എക്സ്പീരിയൻസ് നിന്ന് ഈ പൂച്ച കണ്ടിട്ടില്ല, അല്ലേ? ഇതുപോലുള്ള പൂച്ചകളെ കണ്ടിട്ടുണ്ട്, ഈ പൂച്ച കണ്ടിട്ടില്ല. പക്ഷേ ഇത് പൂച്ചയാണെന്ന് നമ്മൾ കണ്ട ഉടനെ
അറിയുന്നു, മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ആ കഴിവ് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മൾ പണ്ട് അനുഭവിച്ചെന്ന്, നമ്മളുടെ അനുഭവങ്ങളിൽ നിന്ന്, നമ്മളുടെ ലേണിങ്ങിൽ നിന്ന്, നമ്മൾ പഠിച്ചതിൽ നിന്ന്, നമ്മളെ ഉദാഹരണങ്ങളിൽ നിന്ന് പുതിയ ഒരു വസ്തുവിനെ കാണുമ്പോൾ, പുതിയൊരു സന്ദർഭത്തിൽ നമുക്ക് അതിനെ തിരിച്ചറിയാനും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഉള്ള കഴിവ് കമ്പ്യൂട്ടറിന് നൽകാൻ കഴിയുമോ എന്ന ശാസ്ത്രമാണ് നിർമ്മിത ബുദ്ധി. ഇതും പൂച്ചയാണ്. രണ്ട് പൂച്ചയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, പക്ഷേ കുറേ സാമ്യവും. അതുകൊണ്ട് നമ്മൾ ആ ചിത്രം കണ്ടപ്പോഴും പൂച്ച എന്ന് പറയും അല്ലേ. ഇത് രണ്ടും വ്യത്യസ്തമായിട്ടാണ് ഈ പൂച്ച ഇരിക്കുന്നത്. അതിൻ്റെ മുഖം തന്നെ നമുക്ക് പകുതിയെ കാണുന്നുള്ളൂ, പക്ഷെ എന്നാലും നമുക്കറിയാം അത് പൂച്ചയാണ്. ഇത് പൂച്ചയാണോ എന്നൊരു സംശയമില്ലേ? പട്ടിയാണ്. വേറെ ആരെങ്കിലും പൂച്ചയല്ല എന്ന് തോന്നുന്നുണ്ടോ? പൂച്ചയല്ല. അപ്പൊ പലർക്കും തോന്നുന്നു പൂച്ചയല്ല. കണ്ണ് പൂച്ചയുടെയാണ്, പക്ഷെ മറ്റു പലതും പൂച്ചയുടെ അല്ല. നമ്മളുടെ ബുദ്ധി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ ലൈവ് ഡെമോൺസ്ട്രേഷനാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. അതിന്റെ കണ്ണ് പൂച്ചയെ പോലെ ഉണ്ട്, പക്ഷെ ബാക്കി ചില, അതായത് പൂച്ചയുടെ ഫീച്ചേഴ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഒരു പൂച്ചയെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടില്ല, കാരണം ഇതിനൊന്നിനും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ പൂച്ചയെ മുമ്പ് കണ്ടിട്ട് പൂച്ചയുടെ ചില പ്രത്യേകതകൾ നമ്മളുടെ ബുദ്ധിയിലുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അത് പൂച്ച തന്നെയാണ് കേട്ടോ, പക്ഷെ ഇവിടുത്തെ പൂച്ചയല്ല, നമ്മുടെ നാട്ടിൽ കാണുന്ന പൂച്ചയല്ല, സംഗതി പൂച്ച തന്നെയാണ്. സാമ്യങ്ങൾ, കാരണം വ്യത്യാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതല്ല എന്ന് ഒഴിവാക്കുക. ആദ്യം തന്നെ നമ്മൾ അത് പട്ടിയല്ല, അല്ലെങ്കിൽ ആനയല്ല, അത് ഉറപ്പായി അല്ലേ. പിന്നെയാണ് പൂച്ചയാണോ പട്ടിയാണോ എന്നുള്ള വ്യത്യാസമേ. ഈ സാധനത്തിന് നമ്മൾ ഇവിടെ നിന്ന് ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു താടിപ്പൂച്ച അല്ലേ. ഇതും ഇതേമാതിരി സൈബീരിയനിലുള്ള ഒരു പ്രത്യേക സ്പീഷീസാണ്, അതും പൂച്ചയാണ്. പക്ഷെ ചിലതിനെ നമ്മൾക്ക് പോലും പൂച്ചയാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മൾ കണ്ട പൂച്ചകളെ, അതിൻ്റെ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുമായി സാമ്യമുള്ളതിനെ നമ്മൾ പുതിയ പൂച്ചയാണെങ്കിലും പൂച്ച എന്ന് തിരിച്ചറിയുന്നു. ഇതാണ് നമ്മളുടെ ബുദ്ധി നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രക്രിയ. ഈ പ്രക്രിയയാണ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നിർമ്മിത ബുദ്ധിയായി ഉണ്ടാക്കുന്നത്. നേരത്തെ കണ്ടതിൽ നിന്ന്, നേരത്തെ പഠിച്ചതിൽ നിന്ന്, ആ അനുഭവത്തിൽ നിന്ന് പുതിയ ഒരു സന്ദർഭത്തെ, പുതിയൊരു വസ്തുവിനെ തിരിച്ചറിയാൻ കഴിയുമോ എന്നതാണ് പഴയതെന്ന് ഫീച്ചർ. അതിൻ്റെ ഫീച്ചറാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. പൂച്ചയുടെ കണ്ണ്, പൂച്ചയ്ക്ക് 4 കാല്. പക്ഷേ 4 കാലുള്ളതൊക്കെ പൂച്ച എന്ന് പറഞ്ഞാലോ നമ്മൾ മുഴുവൻ തെറ്റും. ആനയെ കണ്ടാലും പൂച്ചയാവും. അപ്പോൾ കാലുകൾ മാത്രമല്ല, കാല് ഫീച്ചറാണ്. 2 കാലുള്ളതിനെ കണ്ടാൽ പൂച്ച എന്ന് പറയില്ല നമ്മൾ. അപ്പോൾ കാലുകളുടെ എണ്ണം പ്രധാനമാണ്, പക്ഷെ അത് മാത്രമല്ല മറ്റെന്തൊക്കെയോ കൂടിയില്ല. അപ്പോൾ എന്തൊക്കെ ഫീച്ചറാണ് പ്രധാനമായിട്ടൊരു പൂച്ചയെ അടയാളപ്പെടുത്തുന്നത് നമ്മൾ പഠിക്കുന്നത്. എപ്പോൾ പഠിച്ചു? നമ്മൾ എങ്ങനെയാണ് പൂച്ചയാണെന്ന് മനസ്സിലാക്കിയത്? ഉദാഹരണങ്ങളിലൂടെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആര് ട്രെയിൻ ചെയ്ത്? എപ്പോഴാണ് നിങ്ങൾ ആദ്യമായിട്ട് ഒരു പൂച്ചയെ കണ്ടിട്ടുണ്ടാവുക? കുട്ടികളാവുക. അപ്പോഴാണല്ലോ ആദ്യമായിട്ട് ഒരു പൂച്ചയെ കണ്ടിട്ടുണ്ടാവുക. മിക്കവാറും ഇതുപോലുള്ള ഒരുപാട് പൂച്ചകളെ കണ്ടിട്ടുണ്ടാവും, പല രൂപത്തിലും ഇതിലുള്ള. ചിലരൊന്നും കണ്ടിട്ടുണ്ടാവില്ല, കാരണം കേരളത്തിലുള്ളതല്ല. എപ്പോഴാണ് നമ്മൾ പൂച്ചയാണെന്ന് തിരിച്ചറിഞ്ഞത്? നമ്മളുടെ കുട്ടിക്കാലത്തെ ഓർത്താല് പലപ്പോഴും കണ്ടാവുക, അമ്മ ഒക്കത്തെടുത്തിട്ട് ദേ കോഴി പപ്പ പറഞ്ഞ് കോഴിയെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് കാക്ക വന്ന എന്ത് പറയൂ? ഇതേ കാക്ക എന്ന് പറഞ്ഞിട്ടാണ് വായിലേക്ക് ചോറ്. നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. കോഴിയെയും കാക്കയെയും തിരിച്ചറിയാൻ വേണ്ടി നമ്മളെ ട്രെയിൻ ചെയ്യുകയാണ്. അപ്പോഴാണ് എന്ത് വന്ന്? കറുത്ത കോഴി വന്നു. കുട്ടി എന്ന് പറഞ്ഞു ദേ കാക്ക. കുട്ടിയെ ട്രെയിൻ ചെയ്ത് കറുത്ത കാക്കയാണ്. കോഴി അതേ കണ്ടിട്ടുള്ളൂ. കുട്ടിയുടെ വിചാരം എന്താണ്? ആ കറുത്തതൊക്കെ കാക്കയാണ്. അപ്പൊ അമ്മ എന്ത് പറയും? അയ്യോ അത് കാക്കയല്ല, ഇത് കോഴി. അതും കോഴിയായിരുന്നു, ഇതും കോഴിയാണ്. അപ്പോഴാണ് കുട്ടി തിരിച്ചറിയുന്നത് കളറ് മാത്രമല്ല കോഴീനെ നിശ്ചയിക്കുന്നത്, കോഴിയെ ഡിഫൈൻ ചെയ്യുന്നത് കളർ ഒന്നാണ്. അതായത് ഇത് വെള്ളയാണെങ്കിൽ കുട്ടിക്ക് അറിയാം കാക്കയല്ല, അത് വെള്ളക്കാക്ക കണ്ടിട്ടേ ഇല്ല. പക്ഷെ കറുത്ത കോഴിയെ കണ്ട അത് കാക്കയല്ല എന്ന് അമ്മ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുവരെ കുട്ടി വിചാരിച്ച് ഇതും കാക്കയാണ് എന്നുവെച്ചാൽ നമ്മൾ ട്രെയിൻ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ പൂച്ചയെ തിരിഞ്ഞത്. നമ്മൾ ജീവിതകാലത്ത് ഒരു പൂച്ചയും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചിത്രം കാണിച്ചു തന്ന പൂച്ചയൊന്നും പറയില്ല. അങ്ങനെ പല ജീവികളുണ്ട് നിങ്ങൾ തിരിച്ചറിയാത്ത, നമ്മൾ ആരും തിരിച്ചറിയാത്ത, കാരണം നമ്മളെ കണ്ടിട്ടില്ല. നമ്മളെ സാധനം കാണിച്ച് നമ്മളെ ട്രെയിൻ ചെയ്തത് കൊണ്ടാണ് നമുക്കതിനെ തിരിച്ചറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു കോഴിയെ മാത്രം കാണിച്ചാൽ നമുക്ക് എല്ലാ കോഴികളെയും തിരിച്ചറിയില്ല. നമ്മൾ പല തരത്തിലുള്ള കോഴികളെ കണ്ടിട്ടുണ്ട്. ചെറുതിനെയും വലുതിനെയും പല നിറത്തിലുള്ളതിനെയും പടക്കോഴിയും പൂവൻകോഴിയും എല്ലാം കാണിച്ച് നമ്മളെ പഠിപ്പിച്ചത് കൊണ്ട് പുതിയൊരു കോഴി വന്നാൽ കോഴിയാണെന്നറിയാം. അല്ലെങ്കിൽ കാക്ക പല രീതിയിലുള്ള കാക്കകളുണ്ട്. ഇതറിയുന്നത് വി ആർ ട്രെയിൻഡ് വിത്ത് എക്സാമ്പിൾസ് ആണ്. അതിൻ്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കൺസെപ്റ്റ്
നമ്മളെ പരിശീലിപ്പിച്ചിരിക്കുകയാണ്. എന്ത്? ഉദാഹരണങ്ങൾ കാണിച്ചിട്ട്, സാധനം കാണിച്ചിട്ട്, വസ്തുക്കൾ കാണിച്ചിട്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ് തിരിച്ചറിയാൻ. അങ്ങനെയാണ് നമ്മുടെ ബോധം ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മുടെ ബോധം ഉരുത്തിരിയുന്നതെന്നുള്ളതാണ് ഞാൻ ഈ പുസ്തകത്തിൽ, ബോധം ഭൗതികം എന്നുള്ള പുസ്തകത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് നമ്മൾ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ബോധം ഉണ്ടാക്കുന്നത് എന്നതിലേക്ക് വരുന്നത്. നമ്മളെ ട്രെയിൻ ചെയ്ത് സാധനങ്ങളെ തിരിച്ചറിയാൻ പഠിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ പുതിയ സാധനങ്ങളെ തിരിച്ചറിയുന്നു. ഈ കഴിവ് കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിർമ്മിത ബുദ്ധിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം. നമ്മളുടെ ബ്രെയിൻ ക്യാപ്ചർ ചെയ്യുന്നത് ഫീച്ചേഴ്സാണ്. ഒരു കോഴീനെ നമ്മൾ തലയിൽ മെമ്മറൈസ് ചെയ്തിട്ടില്ല. ഒരു കോഴിയെ നമ്മൾക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല. അടുത്ത വീട്ടിലെ കോഴിയൊക്കെ അറിയായിരിക്കും, അതിൻ്റെ അപ്പുറത്തുനിന്ന് വന്നാൽ നമുക്കറിയില്ല ഏത് വീട്ടിലെ കോഴിയാണെന്നും, ഇല്ലേ? പിന്നെ നേരത്തെ കണ്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ആക്കിയിട്ടാണ് നമ്മൾ കോഴിയാണെന്നും കാക്കയാണെന്നും പൂച്ചയാണെന്നും തിരിച്ചറിയാൻ നമ്മുടെ കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ ബ്രെയിൻ അസാധാരണമാണ്. നമ്മളുടെ അനുഭവത്തിൽ നിന്നറിയാം നമ്മളുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത് ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. രണ്ട് തരത്തിലുണ്ട്. അതിലേക്ക് വരാം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പുറത്തവിടെ മഴ പെയ്യുണ്ടോ ചോദിച്ചാൽ നിങ്ങളൊക്കെ പുറത്തുനിന്ന് വന്നവരാണ് ഇല്ല എന്ന് പറയും. മഴ പെയ്യുന്നില്ല. ഇന്ന് വൈകുന്നേരം മഴ പെയ്യുമോ? പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. പെയ്യാൻ എത്ര സാധ്യതയുണ്ട്? വരും. പെയ്യാൻ എത്ര സാധ്യതയുണ്ട്? 50-60%. 60%ത്തിലുണ്ട്. കാരണം ഇത് ജൂൺ മാസമാണ്. നമ്മുടെ മനസ്സിലുണ്ട് ജൂൺ മാസം ആയതുകൊണ്ട് പെയ്യാനാണ് സാധ്യത കൂടുതൽ. ഈ സാധ്യത പറയുന്നത് എന്താ അറിയാം? അതാണ് ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന സാധനം ഇതാണ്. ഈ സാധ്യത കണക്കാക്കില്ലേ നമ്മൾ? മെയ് മാസത്തിലാണ് ചോദിച്ചിരുന്നാണെങ്കിൽ മഴയൊന്നും പെയ്യില്ല, അല്ലേ? ജൂണ് ജൂലൈ ഒക്കെയാണ് പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ കണക്കിലെടുക്കുന്നതാണ് ഏത് സമയത്താണ്, ഏത് ഋതുവാണ്, ഏത് മാസമാണ്. നിങ്ങൾ പുറത്ത് പോയി നിന്നിട്ട് ഞാൻ ചോദിക്കുക ഇന്ന് മഴ പെയ്യ ചോദിച്ചാൽ നമ്മൾ കാറുണ്ട്, നല്ല കാറ്റുണ്ടെങ്കിലോ അത് കാറ്റ് കൊണ്ടുപോകും. ഇന്ന് ഭയങ്കര പുഴുക്കുണ്ട്, അതുകൊണ്ട് മിക്കവാറും വൈകുന്നേരം മഴ പെയ്യും. നമ്മൾ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറുമാണ് നമ്മൾ ആക്ച്വലി നമ്മളിതൊന്നും ബോധപൂർവ്വം ചെയ്യുന്നതല്ല. ഹ്യൂമിഡാണ് അതുകൊണ്ട് മഴ പെയ്യുന്നു പറയുന്നതിൻ്റെ അടിസ്ഥാനം മനസ്സിലായത്. ഇത് എവിടെ നിന്നാണ് നമുക്ക് മനസ്സിലായത്? ഈ കാറുണ്ടെങ്കിൽ മഴ പെയ്യും, കാറ്റ് വന്നാൽ മഴ പോവും. തീർച്ചയായിട്ടും പലരും പറഞ്ഞ ഇതാണ്. ആ അറിവ് എവിടെ നിന്നാണ് ഉണ്ടായത്? നമ്മളുടെ അനുഭവത്തിൽ നിന്നാണ്. കേൾവി ഇന്നും അനുഭവത്തിൽ നിന്നുണ്ടായത്. അതായത് പാസ്റ്റ് ഡേറ്റ്. കഴിഞ്ഞ ജൂണിൽ മഴ പെയ്തിട്ടുണ്ട്, അതിന് മുന്നത്തെ ജൂണിലും മഴ പെയ്തിട്ടുണ്ട്, വർഷങ്ങളായ ജൂണിൽ ജൂലൈയിലും മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ജൂണിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാം യഥാർത്ഥത്തിൽ പറയുന്നത് അങ്ങനെയാണ്, സാധ്യതയുണ്ട്. നിർമ്മിത ബുദ്ധിയും പറയുന്നത് ഇതാണ്. ഇത് പൂച്ചയാവാനുള്ള സാധ്യത 80%. ഇപ്പം നമ്മൾ ആ പൂച്ചയാണോ പട്ടിയാണോ എന്നുള്ള കൺഫ്യൂഷൻ കൊടുത്ത ചിത്രം കാണിച്ചാൽ അത് പറയുക ഒരു 80% ഇത് പൂച്ചയാണ്, 20% ഇത് പൂച്ച അല്ല. ഈ പ്രോബബിലിറ്റിയാണ് നമ്മൾ മഴ പെയ്യും, മിക്കവാറും പെയ്യുമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 80%-ഓളം സാധ്യതയുണ്ട്. ജൂൺ ആയതുകൊണ്ട്, പുഴുക്കമുള്ളതുകൊണ്ട്, കാറ്റില്ലാത്തതുകൊണ്ട്, കാറുള്ളതുകൊണ്ട്, ഇങ്ങനെ പല പല പാരാമീറ്റേഴ്സിനെ വെച്ചുകൊണ്ട് നമ്മളുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പറയുക. ആ രീതിയിലുള്ള നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന്, മുൻ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ള വസ്തുതകളെ ആധാരമാക്കി പുതിയ സന്ദർഭത്തെയും പുതിയ വസ്തുക്കളെയും പ്രോസസ്സ് ചെയ്ത് വിശകലനം ചെയ്ത് തീരുമാനമെടുക്കാനുള്ള കഴിവിനെയാണ്, അത് കമ്പ്യൂട്ടറിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ നിർബന്ധ ബുദ്ധി എന്ന് പറയുന്നത്. നമ്മളുടെ ബുദ്ധി, ഇൻ്റലിജൻസ്, നിർബന്ധ ബുദ്ധി പോട്ടെ, നമ്മൾക്കുള്ള ബുദ്ധി ഉണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ബുദ്ധി എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ വിഷമാണ് കേട്ടോ നിർവചിക്കാൻ. ബുദ്ധിക്ക് ഒരു പ്രത്യേക നിർവചനം ചെയ്യാൻ വളരെ വിഷമാണ്. പക്ഷേ ഏതാണ്ട് നമുക്കറിയാം, നമുക്കൊന്നറിയില്ല അവന് ഭയങ്കര ബുദ്ധിയാണ്, ഇതൊരു മന്ദബുദ്ധിയാണ്. രണ്ട് തമ്മിലുള്ള വ്യത്യാസം. ബുദ്ധിയുടെ ചില സവിശേഷതകൾ എന്തൊക്കെയാണ്? കാര്യങ്ങളെ വിശകലനം ചെയ്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ളത്, അനലിറ്റിക്കൽ സ്കിൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ. അതുപോലെ അതിലെ വൺ ഓഫ് ദി ഒരു കീ ഇതാണ് നമ്മുടെ വികാരങ്ങൾ, ദേഷ്യം വരല്, സങ്കടം വരല്, സന്തോഷം വരല്, ഇതൊക്കെ നമ്മുടെ ഈ കോഗ്നിറ്റീവ് എബിലിറ്റി ആയിട്ട്, നമ്മളുടെ ചിന്താശേഷിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളതാണ്. തലച്ചോറിൻ്റെ ഈ പ്രവർത്തനങ്ങളെയാണ് യഥാർത്ഥത്തിൽ മനസ്സ് എന്ന് നമ്മൾ പറയുന്നത്. ചിന്താപരമായിട്ടുള്ള നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ്, വികാരങ്ങൾ, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിനെയൊക്കെ കൂടി ഈ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിനെയാണ് നമ്മൾ മനസ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ തൊട്ടിട്ടൊക്കെ എൻ്റെ മനസ്സിലുണ്ട് എന്നൊക്കെ പറയെങ്കിലും ഒരു പ്രത്യേക സ്ഥാനത്ത് ഇരിക്കുകയല്ല മനസ്സ്. ഈ ആകെ കൂടിയുള്ള തലച്ചോറിൻ്റെ
പ്രവർത്തനത്തിനെയാണ്, കോഗ്നിറ്റീവ് കഴിവുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ മനസ്സ് എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്കത് നമ്മളുടെ മനസ്സിനെ നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയില്ലെങ്കിലും അതിനെ തിരിച്ചറിയുന്നതും ആ സാധനം ഉണ്ടെന്ന് അറിയുന്നതും നമ്മളുടെ ബ്രെയിനിൽ കൂടെ തന്നെയാണ്. അതിലൊന്നാം ഒരു സവിശേഷത എബിലിറ്റി ടു ലേൺ ഫ്രം എക്സ്പീരിയൻസ്. കോഴിയെ കണ്ട്, ഒരു 10 കോഴിയെ കണ്ട് തന്നെ നമ്മൾ പഠിച്ചു എന്താണ് കോഴി. ഈ എക്സ്പീരിയൻസിനെ ബുദ്ധിയുടെ ഒരു സവിശേഷതയായിട്ടുള്ള എക്സ്പീരിയൻസ് നിന്ന് പഠിക്കുകയും അത് പുതിയ സന്ദർഭങ്ങളിലേക്ക് ഉപയോഗിക്കാൻ ചെയ്യുന്ന കഴിവിനെ, അത് ബുദ്ധിയുടെ ഒരു സവിശേഷതയായതുകൊണ്ട് ആ കഴിവിനെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടാണ് അതിനെ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. കാരണം ബുദ്ധിയുടെ ഒരു സവിശേഷതയാണത്. ആ സവിശേഷതയാണ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവരുന്നത്. എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ള നമ്മൾ വഴിയെ കാണാം. പക്ഷെ അതുകൊണ്ടാണ് അതിനെ നമ്മൾ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ വികാസം പ്രാപിച്ചുണ്ടായതാണ് ബുദ്ധി. ആ ബുദ്ധി നേരെ കമ്പ്യൂട്ടറിന് കിട്ടിയൊന്നും അല്ല അത് അർത്ഥമാക്കുന്നത്. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേൾക്കുന്ന ഉടനെ നമ്മുടെ മനസ്സും ബോധമൊക്കെ ഉള്ള ഒരു കമ്പ്യൂട്ടർ, ഒരു റോബോട്ട് നടക്കുന്നതായിട്ട് നമ്മൾ ഈ സിനിമയിലും സയൻസ് ഫിക്ഷനിലും കാണുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. അതിന് മനസ്സുമില്ല, ബോധമില്ല, ഒന്നുമില്ല. പക്ഷേ അതിന് എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കാനും പുതിയ ചുറ്റുപാടുകളിൽ തീരുമാനങ്ങൾ എടുക്കാനും ഉള്ള കഴിവ് കൊടുക്കുകയാണ് നമ്മൾ കമ്പ്യൂട്ടർ. അതാണ് AI. നമുക്ക് ഇപ്പം നിങ്ങൾ ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി എങ്ങനെ പൂച്ചയാണെന്ന് മനസ്സിലായി, കണ്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്, അത്രയും നമുക്കറിയാം. എങ്ങനെയാണ് തലച്ചോറ് ഇത് സൂക്ഷിച്ചു വയ്ക്കുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ തലച്ചോറിൽ സംഭവിക്കുന്നത്? പൂച്ചയെ കാണിച്ചു തരുമ്പം അതിൻ്റെ ഫീച്ചർ എക്സ്ട്രാക്ട് ചെയ്ത് എവിടെയാണ് ഇത് ശേഖരിച്ചു വെക്കുന്നത്? നമ്മൾ പൂച്ചയുടെ ചിത്രങ്ങളൊക്കെ മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കില്ലല്ലോ. എല്ലാ കോഴികളുടെയും എല്ലാ പൂച്ചകളുടെയും എത്ര വിവരങ്ങൾ ശേഖരിച്ചു വെക്കേണ്ടി വരും? എന്താണ് യഥാർത്ഥത്തിൽ ബ്രെയിനിൽ അപ്പം സംഭവിക്കുന്നത്? അതിൻ്റെ വളരെ സത്യസന്ധമായിട്ടുള്ള ഉത്തരം നമുക്കറിയില്ല എന്നുള്ളതാണ്. എന്താണ് തലച്ചോറിനെ കുറിച്ചുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം, ഒരുപാട് കാര്യങ്ങൾ അറിയില്ല. അപ്പം നമുക്ക് അറിയാത്തത് കൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിനോട് പറയാൻ പറ്റില്ല, പൂച്ചയെ കാണിച്ചിട്ട് ഡു 1 2 3 4 സ്റ്റെപ്സ്, പൂച്ച നിങ്ങൾ തിരിച്ചറിയും എന്ന് കമ്പ്യൂട്ടറിനോട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ബ്രെയിൻ എങ്ങനെ തിരിച്ചറിയുമെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ നമുക്ക് അറിയാവുന്നത് പൂച്ചയെ കാണിച്ചു കൊടുത്താൽ അത് പഠിക്കുന്നുണ്ട് ബ്രെയിൻ എന്നുള്ളതാണ്. അതേ രീതി നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രയോഗിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കുന്നത്? 2 രീതിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്നെന്താണ് ഇൻസ്ട്രക്ഷൻസ്, നമുക്ക് പറഞ്ഞു തരിക അല്ലേ. നിങ്ങളോട് ആരോടെങ്കിലും സുമതിയുടെ വീട് എവിടെ ചോദിച്ചാൽ 2ാമത്തെ റൈറ്റ്, 3ാമത്തെ ലെഫ്റ്റ്, അത് കഴിഞ്ഞ് 5 വീട് കഴിഞ്ഞിട്ട് 6ാമത്തെ വീട്. ഇൻസ്ട്രക്ഷനാണ് അല്ലേ. അത് നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്ക് ഇൻസ്ട്രക്ഷൻ വെച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യണമെന്ന് ചോദിച്ചാൽ സ്റ്റെപ്പായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ രീതിയാണ് കമ്പ്യൂട്ടറിന് അറിയാവുന്ന രീതി. നമ്മൾ കമ്പ്യൂട്ടറിനോട് പറയണം ഡു ദിസ് ഡൺ. നമ്മൾ വഴി പറഞ്ഞു കൊടുക്കണമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കണമായിരുന്നു. എങ്ങനെയാണ് ചോറ് വയ്ക്കുക? 5 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് അരി അടുപ്പത്ത് വയ്ക്കുക, അത് തിളയ്ക്കുമ്പോൾ അടച്ചു വയ്ക്കുക, ഓഫാക്കുക, 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, വാർക്കുക, ഉണ്ണുക. നമ്മുടെ പ്രക്രിയയാണല്ലോ ചോറ് വയ്ക്കേണ്ടത്. അത് നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇൻസ്ട്രക്ഷൻസ് ആണ്. അതാണ് ഒരു രീതി. അത് നമ്മളങ്ങനെ പഠിക്കും. 2ാമത്തെ രീതിയാണ് ഈ പറഞ്ഞ കോഴിയും പൂച്ചയും തിരിച്ചറിയുന്നത്. പൂച്ചയെ തിരിച്ചറിയാൻ നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റുമോ? 4 കാല്, 2 ചെവി, കണ്ണ്, ഇങ്ങനെയുള്ളത് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുമോ? എത്ര ജീവികളെ പഠിപ്പിച്ചു കൊടുക്കണം? എങ്ങനെയാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടാക്കുക? ഒരു പൂച്ചയെ പറഞ്ഞു കൊടുത്താൽ പോലെ 100,000 പൂച്ചകളുണ്ട്. എങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക? ഇമ്പോസിബിൾ. ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് പഠിക്കാൻ. പക്ഷേ ഭാഗ്യവശാൽ നമുക്ക് എക്സാമ്പിളിൽ കൂടെ പഠിക്കാനുള്ള കഴിവും ഉണ്ട് മനുഷ്യബുദ്ധിക്ക്. നേരത്തെ പറഞ്ഞ മാതിരി AI അങ്ങനെ ലേൺ ചെയ്യാൻ കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കുന്ന സയൻസാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്നുള്ളതിനെ ഒരു ശാസ്ത്രമായിട്ട്, ഒരു ഡിസിപ്ലിനായിട്ട് എടുത്താൽ മനുഷ്യബുദ്ധിയുടെ പ്രവർത്തനത്തിനെ കമ്പ്യൂട്ടറിന് അതുപോലെ പ്രവർത്തിക്കാൻ കഴിവ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ശാസ്ത്രമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. കാരണം AI മുമ്പ് കമ്പ്യൂട്ടർ ലേൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻസ്ട്രക്ഷൻ മാത്രമാണ്. എന്താണ് ഇൻസ്ട്രക്ഷൻ? നിങ്ങളെല്ലാവരും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവരാണ്. ബസ് ടിക്കറ്റും ട്രെയിൻ ടിക്കറ്റും ഒക്കെ നിങ്ങൾ irctc.in പോയാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൽ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടും. ഇപ്പം ഇല്ല, അടുത്ത കാലം മുമ്പ്. ഇത് പഴയ കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറിൽ എന്താ ചെയ്യണത്? അത് കമ്പയർ ചെയ്യണം. ഇഫ് ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ 75, അതൊരു ഇൻസ്ട്രക്ഷനാണ്. എന്താ അതിൻ്റെ അർത്ഥം? വയസ്സ് 75 കൂടുതലാണെങ്കിൽ. എങ്ങനെ 75 കൂടുതലാണെന്ന് മനസ്സിലാവുക കമ്പ്യൂട്ടറിന്? നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു,
ബുക്ക് ചെയ്യുന്ന സമയത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ടുണ്ട് അല്ലേ? കമ്പ്യൂട്ടർ കാൽക്കുലേറ്റ് ചെയ്ത് വയസ്സ് എത്രയായിരുന്നു. 75 വയസ്സിൽ കൂടുതലാണെങ്കിൽ ഡിസ്കൗണ്ട് 20% കൊടുക്കുക, അല്ലാത്ത 0% ഇല്ല. കമ്പ്യൂട്ടറിന്റെ ഇൻസ്ട്രക്ഷൻ ആണത്. കമ്പ്യൂട്ടർ വർക്ക്സ് ത്രൂ ദിസ് ഇൻസ്ട്രക്ഷൻ. അതിനിങ്ങനെ സ്റ്റെപ്പായിട്ട് പറഞ്ഞു കൊടുക്കണം. രണ്ടാമത്തെ, നിങ്ങളൊരു വാട്ടർ ലെവൽ കൺട്രോൾ എല്ലാ വീടുകളിലും ഉള്ളതാണ്. ലെവൽ കൺട്രോൾ എന്താണ് അത് ചെയ്യണത്? വാട്ടർ ലെവല് മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ലെവൽ മാക്സിമത്തിൽ കൂടുതലാണെങ്കിൽ ക്ലോസ് ദ വാൾ, അല്ലെങ്കിലോ കീപ് ഇറ്റ് ഓപ്പൺ. ഇങ്ങനെയാണ് കമ്പ്യൂട്ടർ ഇതുവരെയുള്ള കമ്പ്യൂട്ടർ പ്രവർത്തനം. ഇതിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന് ഈ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിനെയാണ് സോഫ്റ്റ്വെയർ, പ്രോഗ്രാം, കോഡ് എന്നൊക്കെ പറയുന്നത്. ഇത് ഈ രീതിയിലല്ല എഴുതുക. കമ്പ്യൂട്ടറിന് അതിൻ്റെതായിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള സിൻടാക്സ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് എൻ്റെ ലോജിക്ക്. 75 വയസ്സിൽ കൂടുതലാണ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഇത് വളരെ ക്ലിയർ ആണ്. കമ്പ്യൂട്ടറിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു, അത് വെച്ച് അത് കാൽക്കുലേറ്റ് ചെയ്തു, വേറെ ഒന്നും അതിനറിയില്ല. ഈ രീതിയിലാണ് ഇൻസ്ട്രക്ഷൻസ്. പക്ഷേ പുതിയൊരു നമ്മുടെ ആവശ്യം എന്താണ്? ഈ സാധനത്തിൽ പൂച്ച ഏത് പട്ടി ഏതെന്ന് തിരിച്ചറിയണം. ഈ ചിത്രം കൊടുത്തിട്ട് ഇതിനെ ഇതുപോലെ നമുക്ക് ഇൻസ്ട്രക്ഷൻ എഴുതാൻ പറ്റില്ല. അവിടെയാണ് നിർമ്മിത ബുദ്ധി ഉപയോഗത്തിൽ വരുന്നത്. ഈ സാധനത്തിന് ആകെ ഒരു ഇതുള്ളത് നമ്മളുടെ രണ്ടാമത്തെ രീതി, പഠിക്കുന്നതിനുള്ള രണ്ടാമത്തെ രീതി, എക്സാമ്പിൾ കാണിച്ചുകൊണ്ടുള്ള രീതി, എക്സ്പീരിയൻസ് എന്ന് പഠിക്കുന്ന രീതിയാണ് ഉപയോഗിക്കാൻ കഴിയൂല. അപ്പോൾ ഈ തരം ആപ്ലിക്കേഷൻസ്, ഈ തരം ഉപയോഗങ്ങൾ ഇന്ന് സാധ്യമാണ്. അതിന് കാരണം നിർബന്ധ ബുദ്ധിയാണ്. ഇതിനു മുമ്പ് നമുക്ക് അതേ പറ്റുള്ളൂ, ഇപ്പൊ നമുക്ക് ഇത് പറ്റും. അത് നിർമ്മിത ബുദ്ധി കൊണ്ടാണ്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് പൊതുവെ യഥാർത്ഥത്തിൽ ഈ ബുദ്ധിയെ നിർവചിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മാതിരി എക്ക് ഒരു പ്രത്യേക നിർവചനമൊന്നും ഇല്ല. ഓരോരുത്തർക്കും ഓരോ നിർവചനമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താ ചോദിച്ചാൽ 10 ആളോട് ചോദിച്ചാൽ നമുക്ക് 10 നിർവചനം കിട്ടും. അതിന് കാരണം എന്താ വെച്ചാൽ പണ്ട് കാൽക്കുലേറ്ററും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെന്ന് പറയാം. കാരണം നമുക്കൊരു മിക്കവാറും എല്ലാവരും കുട്ട പട്ടിക പഠിച്ചവരായിരിക്കില്ലേ, 12 വരെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. 12 കഴിഞ്ഞ് 15 വരെ ചിലവർ മിക്കവാറും 15 50 എന്ന് പറഞ്ഞ് നിർത്തും. 15 x 5 വരെ പഠിക്കുമായിരിക്കും. 25 x 5 എന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഒരു മനക്കണക്കൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ 2555 ഇൻറ്റു നമുക്ക് വയ്യ ഇല്ലേ, കാൽക്കുലേറ്റർ ഉത്തരം. അത് നമ്മളുടെ ബുദ്ധിപരമായിട്ടുള്ള പ്രയോഗത്തിനെ കാൽക്കുലേറ്റർ മിമിക് ചെയ്യണം. യഥാർത്ഥത്തിൽ നിർമ്മിത ബുദ്ധിയാണ്. പക്ഷെ ഇന്ന് നമ്മൾ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് അതിനൊന്നുമല്ല. കാരണം അതൊക്കെ സാധാരണമായി കഴിഞ്ഞു. അപ്പോൾ ഈ കാലം കഴിയും തോറും പല നിർമ്മിത ബുദ്ധികളും അതല്ലാത്തതായി പോകും. നമ്മൾ ഈ റൂട്ടീനായിട്ട് ചെയ്യുന്നത് നമ്മൾ അവന് ഭയങ്കര ബുദ്ധി എന്ന് പറയാറില്ല. 5 25 എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വയ്ക്കുക എന്താ ബുദ്ധി എന്ന് പറയും. ശകുന്തളാദേവിയെ കുറിച്ച് നമ്മൾ പറയും. അതുകൊണ്ട് പല വിഷയങ്ങളും അത് അല്ലാതെ ആയി മാറും. ഏതായാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പൊതുവെ പറയുന്നത് നമ്മൾ മനുഷ്യ ബുദ്ധിയെ മിമിക് ചെയ്യുന്ന, അനുകരിക്കുന്ന ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ കഴിവുണ്ടാക്കുന്ന ശാസ്ത്രമാണ് എന്നുള്ള വളരെ ബ്രോഡായിട്ടുള്ളൊരു നിർവചനമാണ്. അതിൻ്റെ അടിയിൽ വരുന്ന പല ടെക്നിക്കുകളാണ്. ഒന്ന് മെഷീൻ ലേണിംഗ് എന്ന് പറയും. അതാണ് ഈ പറഞ്ഞ മാതിരി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാതെ സാധനങ്ങൾ കണ്ട് സ്വയം പഠിക്കുന്ന രീതിയെക്കുറിച്ചാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. പ്രോഗ്രാം ചെയ്യുന്നതിനല്ല, കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുന്നതൊക്കെ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയാം നമുക്ക്. പക്ഷെ അങ്ങനെ പ്രോഗ്രാം ചെയ്യാതെ സ്വയം ഉദാഹരണങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ പഠിക്കാൻ പറ്റുമോ, ആ കഴിവുണ്ടാക്കുന്നതിന് ടെക്നിക്കിനെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അത് AI-യിലുള്ള ഒരു ബ്രോഡ് ടോപ്പിക്കാണ്. ക്വാണ്ടം ഫിസിക്സ് എന്നുള്ളത് ഫിസിക്സിൻ്റെ ഒരു ഉപശാഖയാവുന്ന പോലെ, ന്യൂട്ടോണിയൻ ഫിസിക്സ് എന്നുള്ളത് ഫിസിക്സിൻ്റെ ഉപശാഖയാവുന്നത് പോലെ, മെഷീൻ ലേണിംഗ് എന്നുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള വലിയൊരു സയൻസിൻ്റെ ഒരു വിഭാഗമാണ്. പ്രോഗ്രാം ചെയ്യാതെ മെഷീനെ പഠിപ്പിക്കുന്ന സാങ്കേതിക വിദ്യക്കാണ് മെഷീൻ ലേണിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ ചോട്ടിലുള്ള ഒന്നുകൂടി, ഇതൊക്കെ നിങ്ങൾ പലപ്പോഴും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് വായിക്കുമ്പോൾ കേൾക്കാവുന്ന വാക്കുകളാണ്. മെഷീൻ ലേണിംഗ്, മറ്റൊന്നാണ് ഡീപ്പ് ലേണിംഗ്. അതാണ് നമ്മൾ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഡീപ്പ് ലേണിംഗ് എന്നുള്ള സംഗതി ഇങ്ങനെ പഠിക്കുന്നതിനുള്ള ഒരു ടെക്നിക്കാണ്. മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു ഉപവിഭാഗം. മെഷീൻ ലേണിംഗ് പല വിധത്തിലാണ്. ഇക്വേഷൻ, ഇപ്പം ഞാൻ ഇവിടുന്ന് ഒരു സാധനം എടുത്തിട്ട് എറിഞ്ഞാൽ അത് എവിടെ പോയി വീഴുന്ന കൃത്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. എത്ര ശക്തി ഉപയോഗിച്ചാണ് ഞാൻ എറിയുന്നത്, അതിൻ്റെ ഭാരം എന്താണ് എന്നൊക്കെ അനുസരിച്ച് എവിടെ പോയി വീഴുന്നതെന്ന് അറിയാം. നിങ്ങൾ 12ാം ക്ലാസ്സിൽ പഠിച്ച ഫിസിക്സ് ഓർമ്മ ഉണ്ടെങ്കിൽ ന്യൂട്ടോണിയൻ ഫിസിക്സിൻ്റെ സമവാക്യമുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് S = x × ബ്ലാ ബ്ലാ ബ്ലാ, റൈറ്റ്? ആ ഇക്വേഷൻ നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്താൽ
നമ്മൾ എങ്ങനെയാണ് റോക്കറ്റ് ചൊവ്വയിൽ എത്തുമെന്ന് അറിയുന്നത്, അല്ലെങ്കിൽ മൂണിൽ എത്തുമെന്ന് അറിയുന്നത്, അതിന് ഇനീഷ്യൽ വെലോസിറ്റി എത്ര വേണമെന്നും എത്ര സ്പീഡിൽ പോകണമെന്നും ഒക്കെ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത്തരം ഇക്വേഷൻസ് വെച്ചാണ്. വളരെ കൃത്യമായിട്ട് ഇക്വേഷൻസ് ഉപയോഗിച്ച്, ഫിസിക്കൽ സിസ്റ്റം ഇക്വേഷൻ ഉപയോഗിച്ച് കണക്കാക്കുകയാണ്. അതും മെഷീൻ ലേണിംഗാണ്. നമ്മൾ നേരത്തെ പറയുകയല്ല, നേരത്തെ അതിൽ ഇതാക്കി കൊടുക്കുകയല്ല, എങ്ങനെയാണ് അടുത്ത വാല്യൂ എന്താണ്, എത്ര ദൂരം പോയാൽ എത്ര എനർജി ഉണ്ടെങ്കിൽ എത്ര ദൂരം പോകും എന്നുള്ള കാൽക്കുലേഷനിലൊക്കെ കൃത്യമായിട്ടുള്ള ഇക്വേഷൻസ്. ഇത് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബ്രെയിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ അനുകരിച്ചുകൊണ്ടുള്ള ഒരു സാങ്കേതിക വിദ്യാ പ്രയോഗമാണ്. കാരണം മെഷീൻ ലേണിങ്ങിൻ്റെ ഇക്വേഷനും ഇതൊക്കെ അറിയുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. പട്ടിയും പൂച്ചയും തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷനും എഴുതാൻ പറ്റില്ല. കല്ലെടുത്തെറിഞ്ഞാൽ എവിടെ എത്തുന്നുള്ള നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. ഭൂമി ഒരു ദിവസത്തിൽ എത്ര ദൂരം ചുറ്റുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. ഇതിനൊക്കെ കൃത്യമായ ഇക്വേഷനിലുണ്ട്. പക്ഷേ ചിത്രത്തിലെ പട്ടിയും പൂച്ചയും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് ബുദ്ധിമുട്ടാണ്. അത് പക്ഷേ നമുക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തിയാണ്. അങ്ങനെ നമുക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ കഴിയുന്ന നമ്മളെ വിചാരമോ അത് വളരെ ഈസിയാണ്. യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടറിന് അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. 10 അക്കം ഇൻറ്റു 12 അക്കത്തിനെ ഗുണിക്കാൻ നമുക്ക് ഒരു രക്ഷയില്ല. കമ്പ്യൂട്ടറിന് അതിന് 2 സെക്കൻഡ് മതി. ബ്രെയിനിനെ അനുകരിച്ചുകൊണ്ടുള്ള കമ്പ്യൂട്ടർ നിർമ്മിത ബുദ്ധിയുടെ ഒരു ടെക്നിക്കാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിന് കാരണം അത് കുറേ കൂടി സങ്കീർണമാണ്. ബ്രെയിനിൻ്റെ ന്യൂറൽ നെറ്റ്വർക്കിനെ അനുകരിച്ചു കൊണ്ടിട്ടുള്ള ഒരു സിസ്റ്റമാണ്. കുറച്ചുകൂടി അതിൻ്റെ ഡീറ്റെയിൽ പറയാം. ഇതാണ് പൊതുവെ ഈ സാങ്കേതിക വിദ്യയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും മനുഷ്യന് ബുദ്ധിപരമായി ചെയ്യാൻ കഴിയുന്നത് മെഷീന് ചെയ്യുന്നത് എന്തിനേയും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പൊതുവേ പറയാം. അതിൻ്റെ കീഴിലുള്ള സ്പെഷ്യലൈസേഷനാണ് മെഷീൻ ലാംഗ്വേജ്. നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുന്നതിനെയൊക്കെ മെഷീൻ ലേണിംഗ് എന്ന് പറയും. അതിൻ്റെയും ഇതുപോലെ എഴുതിയാൽ എങ്ങനെ നമ്മൾ അതിനെ കണ്ടുപിടിക്കും? 4 എന്നുള്ളത് 2 രീതിയിൽ എഴുതിയാലും 4 എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അത്തരം ഉപയോഗത്തിന് ഡീപ്പ് ലേണിംഗ് സാങ്കേതിക വിദ്യയാണ്. അതിനെ കഴിയൂ. അത് മനുഷ്യൻ്റെ തലച്ചോറിനെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ അനുകരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. അത് അതിലേക്ക് വരാം. അത് വളരെ വിശദമായിട്ടൊന്ന് വിശദീകരിക്കാം. 3 തരത്തിൽ നമ്മൾ നിർമ്മിത ബുദ്ധി സിസ്റ്റംസിനെ നമുക്ക് പറയാം. ഒന്ന് വീക്ക് AI എന്ന് പറയും, ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ്. നാരോ AI എന്ന് പറയും. നമ്മളുടെ ഇന്ന് ഉപയോഗത്തിലുള്ള എല്ലാ AIയും ഈ ആദ്യ വിഭാഗത്തിലുള്ളതാണ്, നാരോ AI ആണ്. രണ്ടാമത്തേതാണ് സ്ട്രോങ് AI, ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. മൂന്നാമത്തേതാണ് നമ്മളെ ഭരിക്കാൻ വരുന്ന സയൻസ് ഫിക്ഷനുള്ള റോബോട്ട്സ്, സൂപ്പർ ഇൻ്റലിജൻസ്. ആദ്യത്തെ ഇനം മാത്രമാണ് ഇന്ന് നിലവിലുള്ളത്, വീക്ക് AI അല്ലെങ്കിൽ നാരോ AI. എന്താ അതിൻ്റെ അർത്ഥം? നാരോ AI എന്ന് പറഞ്ഞാൽ അത് ഒരു പെർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിർമ്മിത ബുദ്ധിയെ ട്രെയിൻ ചെയ്ത്, ഇപ്പോൾ കോഴിയെ തിരിച്ചറിയണം വെച്ചാൽ ആ കോഴിയെ തിരിച്ചറിയുന്നതിന് മാത്രമായിട്ട് ഒരു AI സിസ്റ്റം, അല്ലെങ്കിൽ ഒരു പൂച്ചയെ തിരിച്ചറിയുന്നത്, ഒരു ഇമേജ് ഉണ്ടാക്കുന്നത്, അതല്ലെങ്കിൽ ആ ഇമേജ് നിന്ന് പൂച്ചയും പട്ടിയും കാക്കയും തിരിച്ചറിയുന്നത്, ഇമേജ് പ്രോസസ്സിംഗ്. നമ്മൾ ടെക്സ്റ്റ് കൊടുത്താൽ അത് സ്പീച്ചായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പീച്ചിനെ ടെക്സ്റ്റായി കൺവേർട്ട് ചെയ്യുന്നത്. ആപ്പിൾ പറിക്കാൻ ഒരു സിസ്റ്റം, മുന്തിരിങ്ങ പറിക്കാൻ വേറൊന്ന്. കാരണം എന്താ, അത് രണ്ടും 2 രീതിയിലാണ് അത് പഴുത്തു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ പ്രത്യേക പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മൾ രൂപകൽപ്പന ചെയ്യുന്ന AI സിസ്റ്റംസിനെയാണ് വീക്ക് AI അല്ലെങ്കിൽ നാരോ AI എന്ന് പറയുന്നത്. അത് മാത്രമാണ് ഇന്ന് നിലവിലുള്ള AI. പക്ഷെ മനുഷ്യബുദ്ധി അങ്ങനെയല്ല. നമുക്ക് ആപ്പിളും പറിക്കാം, മുന്തിരിങ്ങ പറിക്കാം, പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, അതൊക്കെ ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ നടക്കും, ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആലോചിക്കും, മൊബൈലിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ട് നമ്മൾ നടക്കും, അല്ലേ, റോഡ് ക്രോസ് ചെയ്യും, പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും. അത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണമാണ് സ്ട്രോങ് AI. കാരണം സ്ട്രോങ് AI എന്ന് പറയുന്നത് ഒരുപാട് സങ്കീർണമാണ്. അതിന് പക്ഷേ പല ടാസ്കുകൾ ചെയ്യാൻ കഴിയും, പല പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും. ആ രീതിയിലുള്ള AI സിസ്റ്റത്തിനെയാണ് ജനറൽ ഇൻ്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നമ്മളുടേതൊക്കെ ജനറൽ ഇൻ്റലിജൻസ് ആണ്. പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇന്ന് വരെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല. അത് ഒട്ടും എളുപ്പമല്ല ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന്. അതുകൊണ്ട് ദാറ്റ്സ് എ ഹാർഡ് പ്രോബ്ലം. അതുകൊണ്ട് അതിനെ ഹാർഡ് AI ഓർ സ്ട്രോങ് AI എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, അതിലും എത്രയോ മടങ്ങ്
സങ്കീർണമായിരിക്കും. അതായത് AI മെഷീൻസ് മനുഷ്യന്റെ ബോധവും മനസ്സും ഒക്കെ ഉള്ള മനുഷ്യനെ ഒരു പക്ഷേ കീഴടക്കിയേക്കാവുന്ന മനുഷ്യവംശത്തെ നിശേഷം നാമാവശേഷമാക്കി ആവാവുന്ന സിനിമയിൽ കാണുന്ന റോബോട്ട്. അതിനെയാണ് നമ്മൾ സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ നാരോ AI കുറിച്ചാണ്, വീക്ക് AI കുറിച്ച് മാത്രമാണ്. വളരെ പ്രത്യേക കാര്യത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ ഫോട്ടോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ വേറെ വേറെ ആപ്ലിക്കേഷൻസ് ആണ്, വേറെ വേറെ മോഡൽസ് ആണ്. അപ്പം മെഷീനാണ് ലേൺ ചെയ്യുന്നത്. അതാണ് പൊതുവെയുള്ള AI പ്രത്യേകത. അതിന് നമ്മളുടെ സംസാര ഭാഷ അതിന് മനസ്സിലാവും, അത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. ChatGPT നമ്മളുടെ ഭാഷയിലാണ് നാളേക്ക് എന്താ കൂട്ടാനുണ്ടാക്കേണ്ടതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതേപോലെ തന്നെയാണ് അത് തിരിച്ചും പറയുന്നത്. അത് ഇത്തിരി എരിവ് കുറച്ചിട്ടാൽ മതി, അങ്ങനെയൊക്കെ പറയും ChatGPT നിങ്ങൾ. അതായത് നമ്മളുടെ ലാംഗ്വേജ് പറയും. അത് സംസാരിക്കും വേണമെങ്കിലാവാം, ടെക്സ്റ്റായിട്ടും വേണമെങ്കിലാവാം. അതുപോലെ കമ്പ്യൂട്ടർ വിഷൻ, കാഴ്ച എന്നുള്ളത് അത്ഭുതകരമായ സിദ്ധിയാണ്. നമുക്കറിയാം അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അത് കമ്പ്യൂട്ടറിന് അതാണ് നമ്മൾ പിന്നെ നേരത്തെ കണ്ട വീഡിയോയിൽ കണ്ട ആപ്പിളിന് നോക്കിയിട്ട് അത് ആപ്പിൾ എവിടെയെന്ന് അറിയണമെങ്കിൽ ആദ്യം അത് കാണണ്ടേ. അത് കമ്പ്യൂട്ടർ വിഷനിൽ കൂടിയാണ് ചെയ്യുന്നത്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ആപ്പിളിന് എത്ര വലിപ്പമുണ്ട്, പാകമായോ മൂത്തോ, യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിൽ എത്ര ഷുഗർ ഉണ്ട് എന്ന് വരെ അറിയാം. ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ട് ആപ്പിളിൽ എത്ര ഷുഗർ കണ്ടന്റ് ആയി അതിനനുസരിച്ചാണല്ലോ അത് മൂത്തോ പഴുത്തോ എന്നറിയാം. അങ്ങനെ ചെയ്യാവുന്ന കമ്പ്യൂട്ടർ വിഷൻ കഴിവ്. ഇനി ഈ ചോദ്യത്തിലേക്കാണ് ഇനി അടുത്തത് വരുന്നത്. എങ്ങനെയാണ് അതിന് നോളജ് ബേസ് അല്ല, അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് പറയുന്നത്. ഒരു നോളജ് ബേസും അതിന് വേണ്ടാന്നുള്ളതാണ്. അതായത് സ്റ്റോറി അല്ല, ഇന്ന വാക്കിന് ഇന്ന അർത്ഥം അല്ലെങ്കിൽ ഇത് നമ്മൾ ഡിക്ഷണറിയിൽ ചെയ്യുന്നത് പോലെ അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വർക്ക് ചെയ്യുന്ന സിസ്റ്റമായിരുന്നു നേരത്തെ. ഈ 2-3 വാക്കുകളുടെ കോമ്പിനേഷൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് അതിനനുസരിച്ച് അതുകൊണ്ടാണ് ഈ പുതിയ സിസ്റ്റത്തിനെ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്നാണ് പറയുക, LLM. മുമ്പത്തേന് ടൈനി ലാംഗ്വേജ് മോഡൽ എന്നായിരുന്നു പറയുന്നുണ്ടായിരുന്നു, കാരണം കുറച്ച് വാക്കുകളാണ്. ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ എന്ന് പറഞ്ഞ് നിർത്തി നിൽക്കുക. എന്താണ് നിങ്ങൾ അല്ലെങ്കിൽ എന്താ നിങ്ങൾ, അടുത്ത വാക്ക് എന്തായിരിക്കും ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താ നിങ്ങളെന്ന് ഞാൻ ചോദിക്കുന്നതോടുകൂടി നിങ്ങൾ അതിൻ്റെ മൂന്നാമത്തെ വാക്ക് ഫില്ല് ചെയ്യാണ്. എന്താ നിങ്ങൾ ചെയ്യുന്നത്? അതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ വരാം. എന്താ നിങ്ങൾ കാണുന്നത്, എന്താ നിങ്ങൾ എഴുതുന്നത്, ഇതൊക്കെ വരാം. പക്ഷെ എന്താ നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് നമുക്ക് പെട്ടെന്ന് വരുന്നത്. എന്തുകൊണ്ടാണത്? നമുക്കറിയാം, നമ്മൾ ഒരുപാട് ആളുകളോട് സംസാരിക്കുന്ന ആ ഭാഷ, നമ്മളുടെ ഭാഷയെ അറിയുന്നതുകൊണ്ട് വാക്കുകൾ തമ്മിലുള്ള ബന്ധം എന്താ എന്ന് വന്നാൽ എന്തൊക്കെ വരാം എന്ന് നമ്മൾ ആദ്യം തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇല്ലേ? എന്താ നിങ്ങൾ കാണിക്കുന്നത്, എന്താ നിങ്ങൾ ചെയ്യുന്നത്, എന്താ നിങ്ങളുടെ ഉദ്ദേശം, ഇത്രയൊക്കെ ആണ് പോസിബിലിറ്റീസ്. ഇതിലെ എന്താ നിങ്ങൾ ചെയ്യുന്നത് എന്ന് ഉത്തരം പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? അതാണ് മോസ്റ്റ് പ്രോബബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സാധ്യത ഈ ചോദ്യത്തിന് ഏറ്റവും. ഇപ്പം നേരെ മറിച്ച് ഇപ്പം ഇങ്ങനെ ഒരു മീറ്റിങ്ങിലാണെങ്കിലോ നമ്മളെന്താ വെച്ചാൽ നിങ്ങൾ എവിടേക്കാണ് നോക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താ ആലോചിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് കൂടി നോക്കിയിട്ട് ഏത് വാക്കാണ് ബെസ്റ്റ് ഫിൽ. നിങ്ങൾ വേർഡ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അറിയാം, നമ്മൾ സെൻറ്റൻസ് ചെയ്യുമ്പോൾ ഓട്ടോ സജസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്. എന്ത് വാക്കായിരിക്കും മോസ്റ്റ് പ്രോബബിൾ എന്ന് പറഞ്ഞിട്ട് അവർ 2-3 വാക്കുകൾ സജസ്റ്റ് ചെയ്യും. എന്താ ചെയ്യുന്നത്, കാണുന്നത്, ആലോചിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയും. എന്നിട്ട് അതിലെ മോസ്റ്റ് പ്രോബബിൾ ആയിരിക്കും ആദ്യം വരിക. ഈ പ്രോബബിലിറ്റി എങ്ങനെയാണ് നമ്മൾ യഥാർത്ഥം മനസ്സിൽ ഇതാണ് ചെയ്യുന്നത്. 80% നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നായിരിക്കും ചോദ്യം. നമ്മളെങ്ങനെയാണ് കണക്കാക്കുന്നത്? നമ്മൾ കേട്ട സംസാരത്തിൽ മിക്കവാറും ആളുകൾ ഈ ചോദ്യം വന്നാൽ ഇതാണ് ഉപയോഗിക്കുന്നത്. 80% അത് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നായിരിക്കും പറയുന്നതിൻ്റെ അർത്ഥം. 100 ഇത്തരം കോൺവെർസേഷൻ, ഇത്തരം സംസാരങ്ങൾ എടുത്താൽ ആളിൽ 80 ആൾക്കാരും എന്താ നിങ്ങളതിന് ശേഷം ചെയ്യുന്നത് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ അറിവിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ് മോസ്റ്റ് ലൈക്ലി അയാൾ ഉദ്ദേശിച്ചത്. നമ്മൾ അങ്ങനെയുള്ളതാണ്, അയാൾ ഉദ്ദേശിച്ചത് ഇതാണെന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഈ ടെക്നിക്കാണ് ChatGPT ഉപയോഗിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ
ഓരോ വാക്കിൻ്റെയും അതിന് മുൻപേ വന്ന വാക്കുമായിട്ടുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെയാണ് അതിന് മനസ്സിലാവുന്നത്? നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കിയപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ആളുകളുടെ ചോദ്യങ്ങളിൽ നിന്ന് എന്താണ് അവർ ആ ചോദ്യങ്ങൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നുള്ള 100 ആളുകളുടെ ചോദ്യം നമ്മൾക്ക് കേട്ടാലേ നമുക്കറിയാം 80 പേര് ഏതാണ്ട് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, പിന്നെ ഒരു 20% മറ്റേ. എവിടുന്നാണ് ഈ 100 പേരുടെ സംസാരം ChatGPT കിട്ടിയത്? ഓർക്കുട്ട്, ഫേസ്ബുക്ക്, വാട്സപ്പ്, നിങ്ങൾ എന്തൊക്കെ എഴുതുകയും പറയുകയും ചെയ്യുന്നുണ്ടോ അത് മുഴുവൻ AI ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വാട്സപ്പ് കോൾ ചെയ്യുന്നത്, വാട്സപ്പിൽ സംസാരിക്കുന്നത്, വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുന്നത്, വാട്സപ്പിൽ ടൈപ്പ് ചെയ്യുന്നത്, എല്ലാ ലാംഗ്വേജിലുള്ള എല്ലാ കൺവെർസേഷനും ഉപയോഗിക്കുന്നത് ഇത് ഓർക്കുട്ട് മുതൽ തുടങ്ങിയതാണ്. ചിലരെങ്കിലും അത് ഓർമ്മയുണ്ടാവും. ഓർക്കുട്ട് എന്നുള്ള ഫേസ്ബുക്കിനെ മാതിരി മുമ്പുണ്ടായിരുന്നത് ഓർക്കുട്ടിൻ്റെ ഡാറ്റാബേസ് മുഴുവൻ. ഈ അടുത്ത കാലത്ത് OpenAI ChatGPTയുടെ കമ്പനി ടൈംസ് ഗ്രൂപ്പുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടു. അവരുടെ കഴിഞ്ഞ 100 വർഷത്തെ ഡേറ്റാബേസ് ആർക്കൈവ് ചെയ്ത എല്ലാ കണ്ടന്റും എല്ലാ ആർട്ടിക്കിൾസും ഉപയോഗിക്കാനുള്ള അവകാശത്തിന് വളരെ മുൻപേ ചെയ്യുന്നതാണ്. വളരെ മുന്നേ തുടങ്ങിയതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒട്ടും പുതിയതല്ല, വളരെ കാലമാണ്. അത് എന്തുകൊണ്ട് ഇതിന് മുമ്പ് ഇത് ഉണ്ടായില്ല എന്നുള്ളതിനുള്ള ഒരു ഉത്തരം കൂടിയാണ്. മുമ്പ് ഓർക്കുട്ടില്ല, ഫേസ്ബുക്കില്ല, GPT ഇല്ല, പിന്നെ ഞാൻ എവിടുന്ന ട്രെയിൻ ചെയ്യാം? നമ്മൾ ആദ്യം തുടങ്ങിയത് അവിടെ നിന്നാണ്. ട്രെയിൻ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ആണ് നമ്മളിത് വരുന്നത്. കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പലപ്പോഴും ChatGPT എപ്പോഴും ശരിയായ ഉത്തരവൊന്നും തരില്ല കേട്ടോ, നോട്ട് മാച്ചിങ്. അപ്പം അതിനെല്ലാം ഒന്നും അറിയൊന്നുമില്ല. മാത്രമല്ല 2021 ശേഷമുള്ള ഒരു സംഭവത്തിനെ കുറിച്ച് അതിനെ അറിയില്ല. കാരണം അതുവരെയുള്ള ഡേറ്റയാണ് അവർ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിച്ചത്. വളരെയേറെ അത് ചെയ്യുന്നത് കറക്റ്റ് അല്ലാത്തത്. അതിനെക്കുറിച്ച് കൂടി നമ്മൾ പിന്നെ വിശദമായി ചർച്ച ചെയ്യാം, എന്തൊക്കെയാണ് അതിൽ തെറ്റായിട്ട് പോകുന്നത് എന്നുള്ളത്. പക്ഷേ അപ്പോൾ ഈ രീതിയിൽ അതിനെ ട്രെയിൻ ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ChatGPT എന്ന് പറയുന്നത് ഒരു ഗ്ലോറിഫൈഡ് ഓട്ടോ സജസ്റ്റർ ആണെന്ന് പറയാം. നോം ചോംസ്കി പറഞ്ഞ അതാണ്. ഇത് വലിയ സംഭവം എന്നല്ല, ഇതൊരു വലിയൊരു ഫില്ലറാണ്, ഓട്ടോ സജസ്റ്റർ ആണത്. പല AI-കാർക്കും അത് ഇഷ്ടമായില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിയാൽ അതാണ് അത് ചെയ്യുന്നത്. പക്ഷേ വെറുതെ സജഷൻ അല്ല അത് ചെയ്യുന്നത്. അത് ആ ഉപയോഗത്തിൻ്റെ എല്ലാ പഴയ ഡാറ്റയും പഠിച്ചതിൽ നിന്നുള്ള അതിന് തമ്മിലുള്ള റിലേഷൻ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ മലയാളത്തിലെ കുറേ കണ്ടന്റ് ഒരുപാട് മലയാളികൾ ഫേസ്ബുക്കിൽ ഉള്ളതുകൊണ്ട് അതിന് മലയാളവും അറിയാം. ട്രാൻസ്ലേഷൻ എന്നുള്ളത് വേറെ, അല്ലാതെ തന്നെ നമ്മളെങ്ങനെ സംസാരിക്കുന്ന മലയാളത്തിൽ വെച്ചാൽ അതിനനുസരിച്ചിട്ട് വരുന്നത്. അപ്പം ഇത്തരം എല്ലാ ഡാറ്റകളെ കൊണ്ടുള്ള ട്രെയിൻ ചെയ്തിട്ടുള്ള മോഡലുകളാണ്. മോഡൽ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. നമ്മൾ ഫിസിക്കൽ മോഡലുകൾ ഉണ്ടാക്കുന്നത് പോലെ ഉള്ള സോഫ്റ്റ്വെയർ മോഡലുകളാണ് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്, കഥ എഴുതുന്നത്, പോയട്രി എഴുതുന്നത്, അല്ലെങ്കിൽ എസ്സേ എഴുതുന്നത്, നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നത്. ഇതൊക്കെ എന്താണോ കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് നമ്മളുടെ നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകളിലുള്ളത് ആ ഡേറ്റയിൽ ഉപയോഗിച്ച് ട്രെയിൻ ചെയ്തതിൻ്റെ അനുഭവത്തിൽ പറയുന്നതാണ്. അങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ ഡീപ്പ് ലേണിംഗ് അഥവാ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ആണ് ഇങ്ങനെ ട്രെയിൻ ചെയ്യാൻ, ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മളുടെ ബ്രെയിനിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിനെ വിശദീകരിക്കാറ്. ന്യൂറോൺ എന്ന് പറയുന്ന പിന്നെ വാക്ക് നമ്മുടെ ബ്രെയിനിൻ്റെ ന്യൂറോണുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഉണ്ടായത്. കാരണം ബ്രെയിൻ എന്നുള്ളതിൻ്റെ കഴിവിൻ്റെതൊന്നും വളരെ ചെറിയൊരു ശതമാനത്തിൽ പോലും ഒന്നും ന്യൂറൽ നെറ്റ്വർക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് ബ്രെയിനിനെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറയുമെങ്കിലും അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഡീപ്പ് ലേണിംഗ് നെറ്റ്വർക്ക് അഥവാ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു സാധനം. അത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വളരെ വിശദമായിട്ട് പരിശോധിക്കാം. താങ്ക് യു. Thank you.